Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായ അവന്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിലേക്ക് കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളാണ് നമ്മൾ. വല്ല പച്ചക്കറിയോ പഴങ്ങളോ ഒക്കെ വാങ്ങുമ്പോൾ കടക്കാരനത് തൂക്കി അതിന്റെ വിലയൊക്കെ നിശ്ചയിച്ച് സാധനങ്ങളൊക്കെ ഒരു കവറിലിട്ട് തരും. ആ കവറിന്റെ വില എന്താണ് എന്ന് ചോദിച്ചാൽ കവറിന് ചിലപ്പോ ഒരു 50 പൈസയോ അല്ലെങ്കിൽ 1 രൂപയോ, ചിലപ്പോ വലിയ കവറുകളാണെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതലൊക്കെ വില ഉണ്ടാകും. പക്ഷെ ആ വിലക്കപ്പുറം ആ കവറിന്റെ മൂല്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പരിശോധിച്ചാൽ എന്താണോ കവറിന്റെ അകത്തുള്ളത് അതാണ് ആ കവറിന്റെ മൂല്യം. ആ കവറിന്റെ അകത്ത് കുറെ ചീഞ്ഞ ആപ്പിൾ വാരിയിട്ടിട്ട് കവറ് വളരെ മുന്തിയതായതുകൊണ്ട് നമ്മളത് വില കൊടുത്ത് വാങ്ങില്ല. കാരണം കവറിന്റെ അകത്തുള്ളത് കേടുവന്നുപോയി, ചീത്തയായിപ്പോയി. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറെന്തെങ്കിലും കേടുവന്ന സാധനങ്ങൾ നിറച്ച് കവറ് വളരെ കളർഫുൾ ആണ്, നല്ല ഉറപ്പും ബലവും ഉള്ളതാണ്, കാണാൻ ചന്തമുള്ളതാണ് എന്നതുകൊണ്ട് ഒരു സാധനം നമ്മൾ വാങ്ങൂല. നേരെ മറിച്ച് ആ കവറിന്റെ അകത്ത് ഉള്ള സംഗതികൾ, സാധനങ്ങൾ, അത് നമ്മൾ കൊടുക്കുന്ന വിലക്കൊത്ത് മേന്മയുള്ള ഗുണമുള്ളതായിരിക്കണം. അപ്പോഴാണ് നമ്മളത് വാങ്ങുക. നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ മൂല്യമാണ് ആ കവറിന്. ബസ്സിൽ വെച്ച് ആ കവർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കവറ് പോയതിനല്ലേ നമുക്ക് സങ്കടം ഉണ്ടാകുക. നേരെ മറിച്ച് കവറിനുള്ള സാധനം പോയതിനാണ് നമുക്ക് സങ്കടം ഉണ്ടാകുക. അപ്പൊ ആ കവറിന്റെ അകത്തുള്ളതിനാണ് മൂല്യം. ഈ ഒരു ഉദാഹരണം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്
അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ വേണ്ട, നമ്മൾ നമ്മളെ തന്നെ സ്വയം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കുന്നത് നമ്മൾ കവറ് നന്നാക്കാനുള്ള തത്രപ്പാടിലാണ്. കവറ് നന്നാക്കാൻ വേണ്ടി നമ്മൾ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കവറിനകത്തുള്ളത് അവനവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അഥവാ നമ്മുടെ ശരീരമാകുന്ന ഈ ഒരു കവറുണ്ടല്ലോ, നമ്മുടെ ഈ തൊലിയും മാംസവും നമ്മുടെ ഭംഗിയുള്ള മുഖവും, ഇതൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി, ആളുകൾ നല്ലത് പറയാൻ വേണ്ടി അത് പൗഡർ ഇട്ട് നല്ല ഭംഗിയാക്കി നല്ല വസ്ത്രം ധരിച്ച് നല്ല അത്തർ പുരട്ടി, അതൊക്കെ വേണ്ട തന്നെയാണ്, അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ അതുമാത്രമായി മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ചുരുങ്ങാണ്. എല്ലാം ദുനിയാവിലേക്ക് മാത്രമായി ഒതുങ്ങി ദുനിയാവിലെ നമ്മുടെ റൂഹാകുന്ന ആ കവറിനകത്തുള്ള നമ്മുടെ ആത്മാവ്, ഏറെ വിലയുള്ള, ഏറെ നന്നാക്കി തീർക്കേണ്ട ആ ആത്മാവ്, അത് ശരിപ്പെടുത്തുന്നതിനെ മറന്ന് നമ്മൾ ഈ കവറ് നന്നാക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളാകെ ബേജാറാകാണ്. നമുക്കെന്നല്ല, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുട്ടികൾക്ക്, ഭാര്യക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ അതും കൊണ്ട് ഓടുകയാണ്, ആശുപത്രികളിലേക്ക് നമ്മൾ പോകുകയാണ്. ഏറ്റവും മികച്ച, ഏറ്റവും നല്ല സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണൽ നിർബന്ധമാണ് നമുക്ക്. അതൊക്കെ ഈ ശരീരമാകുന്ന ഈ കവറ് നന്നാക്കിയെടുക്കാനുള്ള പണിയാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം, പക്ഷേ രോഗം ബാധിക്കുന്നത് ഈ കവറിനെ മാത്രമല്ല, അതിനകത്തുള്ള ഏറെ മൂല്യമുള്ള ആത്മാവിനെ കൂടിയാണ്, നമ്മുടെ ഹൃദയത്തെ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹൃദയത്തെ ബാധിക്കുന്ന ഒരുപാട് ഒരുപാട് രോഗങ്ങൾ, അസുഖങ്ങളുണ്ട്. അസൂയ അത് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇഖ്ലാസ് ചോർന്നു പോവുക അത് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ്. തഖ്വ ഇല്ലാതായി പോവുക അത് ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. ഇങ്ങനെ ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകമായി തന്നെ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊക്കെ കോട്ടം തട്ടലും വിള്ളലുകൾ വീഴലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരലുമെല്ലാം അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറേയില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. കവറ് നന്നാക്കിയത് കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് മാത്രം കാര്യമില്ല. നേരെ മറിച്ച് കവറിനകത്തുള്ളതിനെ, അതിന്റെ മൂല്യമുയർത്താൻ വേണ്ടി, അതിനെ നന്നാക്കി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിച്ചതിന്റെ ആകത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളെ സംശുദ്ധപ്പെടുത്തുന്നവരിൽ, ഹൃദയങ്ങളെ സംസ്കരിച്ചെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അത് രണ്ടും തമ്മിൽ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. അപ്പോഴാണ് ഈ ആത്മാവിന്റെ വിലയും അതുപോലെ തന്നെ കവറിന്റെ വിലയും നമുക്ക് മനസ്സിലാകുക. നമ്മൾ എന്തിനാണ് മൂല്യം കൊടുക്കുന്നത്, എന്തിനെയാണ് നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാം. കവർ നന്നാക്കിയ ആൾക്കാരൊക്കെ കാണും നമ്മുടെ ശരീരവും നമ്മുടെ കോലവും നമ്മുടെ സംസാര വൈഭവവും അതിലെ ഭംഗിയും, അതൊക്കെ എല്ലാവരും കാണും, എല്ലാവരും നല്ല മാർക്കിടും. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ളത് അറിയുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇതിലേതിനെയാണ് നമ്മൾ പരിപോഷിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ വിലയിരുത്തുകയും മരുന്ന് കൊടുക്കേണ്ടടുത്ത് മരുന്ന് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം എന്നുള്ളതാണ്. ഈ ഒരു വ്യവച്ഛേദം, ഈ ഒരു വ്യത്യാസം ഇത് തിരിച്ചറിയാൻ വേണ്ടി ഒന്ന് രണ്ട് പോയിന്റ് മാത്രം ഞാൻ പറയട്ടെ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. റസൂൽ പറയാണ്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും മാന്യമായി ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനെന്ന ആ ഒരു മാതൃക കൂടി ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുത്തെ കുടുംബജീവിതത്തെക്കുറിച്ച് മഹിതമായ മനോഹരമായ ഒരുപാട് മാതൃകാപരമായ ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രങ്ങൾ നമുക്ക് ഹദീസുകളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കേട്ടവരാണ് നമ്മൾ, വെറുതെ പറയുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ ജീവിതത്തെ ഒരു മാതൃകയായി നിർണയിച്ചുകൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അവനവന്റെ കുടുംബത്തോട് മാന്യമായി ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. പുറത്തിറങ്ങുമ്പോൾ ആളുകളോടൊക്കെ നമ്മൾ വളരെ മാന്യമായിട്ട് നന്നായിട്ടാണ് പെരുമാറുക. നാട്ടുകാർക്കൊക്കെ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. പക്ഷെ ഭാര്യയോട് ചോദിച്ചാലോ, മക്കളോട് ചോദിച്ചാലോ, വാപ്പാക്കും ഉമ്മാക്കും നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവിടെയാണ് പ്രശ്നം. കാരണം എന്താ, നമ്മള് പുറത്തിറങ്ങി നമ്മളെ ജോലിസ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ആ ഒരു ജോലി സ്ഥലത്തെ അവിടുത്തെ മേധാവി, അവിടുത്തെ മുതലാളി, നമ്മുടെ സീനിയർ ആയിട്ടുള്ള മാനേജറോ ആരോകട്ടെ,
അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു കടയിൽ മുതലാളിയാകട്ടെ, ആരോ ആകട്ടെ, അവര് നമ്മളോട് ഇങ്ങോട്ട് തട്ടിക്കയറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ജോലിയുടെ വിഷയത്തിൽ നമ്മളെ ശകാരിക്കുമ്പോൾ, അപ്പൊ നമ്മള് തിരിച്ച് എങ്ങനെയാണ് പ്രതികരിക്കാറുള്ളത്? വളരെ വിനയവിധേയരായിക്കൊണ്ട് നമ്മൾ അതൊക്കെ കേട്ടു നിൽക്കും, തിരുത്താനുള്ളതൊക്കെ നമ്മൾ തിരുത്തും. പക്ഷെ ഇതേപോലെ അവസരം എന്തെങ്കിലുമൊക്കെ ഒരു അസ്വാരസ്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? മക്കൾ മാതാപിതാക്കളോടും തിരിച്ചുമൊക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ അറിയോ? സാധാരണ ഇംഗ്ലീഷിൽ പറയാനുണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്, അല്ലേ? നമുക്കുള്ളതൊക്കെ ഈ കുടുംബം, അതിലെ ഭാര്യ, മക്കൾ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും അവരൊന്നും നമ്മളെ വിട്ടുപോകൂല, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചൊന്ന് പ്രതികരിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ ഉള്ളൊരു വിചാരം കൊണ്ട് നമുക്കെന്തും പറയാം, നമുക്കെന്തും ചെയ്യാം. അങ്ങനത്തെ ഒരു നിലപാട് ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. സഹോദരങ്ങളെ, ഇത് ദീനിന്റെ വിഷയമാണ്. നമ്മുടെ മേന്മയും ഗുണനിലവാരവും അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ള അളവുകോലായി വെച്ച വിഷയമാണിത്. നിങ്ങൾ കുടുംബത്തോട് ഏറ്റവും മാന്യമായി പെരുമാറുമ്പോഴാണ് ഏറ്റവും മാന്യരായി തീരുന്നത്. എല്ലാ നാട്ടുകാരുടെ എല്ലാ സർട്ടിഫിക്കറ്റും കിട്ടി, പക്ഷേ വീട്ടിൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളെക്കുറിച്ച് അങ്ങനെ അഭിപ്രായമില്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മളെക്കുറിച്ച് അങ്ങനെ അഭിപ്രായമില്ലെങ്കിൽ, ഇതാണ് രഹസ്യവും പരസ്യവും അതിലെ വിശുദ്ധി അത് വേർതിരിയുന്ന ഇടമെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കുടുംബത്തോട് ഏറ്റവും നന്നായി നമ്മൾ പെരുമാറണം. നമ്മുടെ രഹസ്യ ജീവിതം എന്നുള്ളത് ആരും കാണാത്ത, നാട്ടുകാര് വിലയിരുത്താത്ത, കൂട്ടുകാര് വിലയിരുത്താത്ത നമ്മുടെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിലുള്ള നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് സംശുദ്ധമാകണം. കുടുംബത്തോടുള്ള നമ്മുടെ ഇടപെടലുകൾ അത് സംശുദ്ധമാകണം. അതുപോലെ തന്നെ അതിനുമപ്പുറം നമ്മളും റബ്ബും മാത്രമുള്ള ചില വേളകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. തീർത്തും രഹസ്യത്തിനുള്ളിലെ രഹസ്യമായ അങ്ങനെയുള്ള ജീവിത നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് എന്താണ് നമ്മുടെ നിലപാട്, എന്താണ് നമ്മുടെ വിശ്വാസം, എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ? ഇതൊക്കെ യഥാർത്ഥത്തിൽ തൗഹീദും ശിർക്കും വേർതിരിയുന്ന ഇടങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ തൗഹീദ് അറിയുന്ന ആളുകളാണ്, ശിർക്ക് മനസ്സിലാക്കിയിട്ട ആള്, അതിന്റെയൊക്കെ ഗൗരവവും കൃത്യമായി മനസ്സിലാക്കിയ ആളുകളാണ്. ആളുകൾ കാണുമ്പോൾ എന്താണ് നമ്മുടെ നിലപാട്, എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്നാൽ നമ്മൾ മാത്രമായി ഒതുങ്ങിത്തീരുന്ന അത്തരം നിമിഷങ്ങളിൽ നമ്മുടെ വീടിന്റെ, നമ്മുടെ റൂമിന്റെ ഉള്ളിൽ അവിടെ നമ്മൾ തനിച്ചാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ കാണുന്നത് എന്താണ്, നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ, അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്തുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകും നമ്മൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണോ അതല്ല നമ്മുടെ ഹവകളെയാണോ. അതുപോലെ തന്നെ ആരെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ഒരു നല്ല പിള്ളയായി നമ്മൾ ഇങ്ങനെ നടക്കുന്നത് ഇത് പടച്ചവനെ കാണിക്കാനാണോ അതല്ല നാട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാനും വേണ്ടിയാണോ? വലിയ ഗൗരവമുള്ള വിഷയം. റിയാഇനെ കുറിച്ചൊക്കെ നമ്മൾ പറയലുണ്ടല്ലോ. ആളുകളെ കാണിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നടക്കുന്ന ആളുകൾ പരലോകത്ത് 3 കൂട്ടം ആളുകളെ കൊണ്ടുവരുന്നതാണ്. അവരാണ് ആദ്യമായി നരകത്തിലേക്ക് എറിയപ്പെടുന്ന കൂട്ടരിൽ ഒരു കൂട്ടർ അവരാണ്. അപ്പൊ ആ കൂട്ടത്തിൽ വലിയ ആലിമായ ആളുണ്ട്. അയാൾ വരുമ്പോ അയാളുടെ ഭാവം എന്താണ്? കുറെ പഠിച്ചു, ആളുകളൊക്കെ പഠിപ്പിച്ചു, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സേഫാണ് എന്നാ വിചാരിക്കുക. അള്ളാഹു ചോദിക്കും, എന്തിനു വേണ്ടിയായിരുന്നു നിന്റെ പഠനം? എന്തിനു വേണ്ടിയായിരുന്നു ആളുകളുടെ മുമ്പിൽ നീ പണ്ഡിതനായിരുന്നത്? എല്ലാവരും ഒന്ന് പറയട്ടെ, ഞാൻ തിരക്കടില്ലാത്ത ഒരാളാണ്, നല്ല അറിവുള്ള ആളാണ് എന്ന് പറയട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. നിന്റെ കൂലി, നിന്റെ നീയത്ത് അതിനുള്ളത് നൽകപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഒരു പ്രതിഫലമില്ല, നരകമാണ് സ്ഥലം. അതുപോലെ തന്നെ യുദ്ധത്തിൽ മരണപ്പെട്ട അങ്ങനെ ഒരാൾ വരും. അയാൾ എന്താ പറയാ? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളാണ്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? ആളുകൾ പറയട്ടെ, വലിയ വില്ലാളി വീരനാണ്, ഭയങ്കര ധീരതയുള്ള ആളായിരുന്നു എന്ന് പറയാൻ വേണ്ടി പോയതാണ്. അത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു പ്രതിഫലവുമില്ല. അതുപോലെ തന്നെ ധർമ്മിഷ്ഠനായ ഒരാള് എല്ലാവർക്കും വാരിക്കോരി കൊടുത്തതാണ്. എന്തിനു വേണ്ടിയായിരുന്നു? ആളുകൾ പറയട്ടെ, ഉള്ള സമ്പത്തൊക്കെ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ചെലവഴിച്ചൊരു മനുഷ്യനാണ് എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ ഒരു പ്രതിഫലവുമില്ല. അവർക്കൊക്കെ നരകാണുള്ളത്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയും ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുമൊക്കെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീതാണത്. ഈ ദീനിന്റെ താക്കീതാണത്. നമ്മൾ എന്തിനു വേണ്ടിയാണ്? ഹൃദയം നന്നാകുക എന്നുള്ളത്.
ഹൃദയം, നീയത്ത് എന്ന് പറഞ്ഞത് ഹൃദയത്തിന്റെ കൽബിന്റെ അമലാണ് നീയത്ത് എന്ന് പറഞ്ഞത്. ആ നീയത്ത് ശരിപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. നമ്മുടെ രഹസ്യ ജീവിതം നന്നാകലും ഈ വിഷയത്തിലാണ്. നമ്മുടെ തീർത്തും രഹസ്യമായ ആ ജീവിതം അത് സംശുദ്ധമാകലും അത് സംസ്കരിക്കപ്പെടലും ഈ നീയത്തിന്റെ വെളിച്ചത്തിലാണ്. ആർക്കു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ആ അടിസ്ഥാനപരമായ ചോദ്യത്തിൽ നിന്നാണ് ഇത് വേർതിരിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ്, നമ്മള് പള്ളിയിൽ നിസ്കരിക്കലുണ്ട്. ജമാഅത്തുകളൊക്കെ പള്ളിയിൽ തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് ആണുങ്ങൾ. അങ്ങനെയാണ് വേണ്ടത്. അത് അവർക്ക് വാജിബായിട്ടുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളുണ്ട്. റവാത്തിബ് നിസ്കാരങ്ങൾ, സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ, അത് വീടുകളിൽ വെച്ച് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ വീട്ടിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പള്ളിയിലും നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്, വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്, നമ്മളൊന്ന് വിലയിരുത്താൻ വേണ്ടി ചില പോയിന്റുകൾ വെക്കുന്നു എന്ന് മാത്രം. എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഓരോ നിസ്കാരവും വേറെ വേറെയാണോ, രണ്ട് കോലത്തിലാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. സഹോദരങ്ങളെ, പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ വളരെ അടക്കത്തിലും ഒതുക്കത്തിലും നിസ്കാരത്തിന്റെ ഒരു ഭാഗമായി തന്നെ പഠിപ്പിക്കപ്പെട്ട ആ ഒരു തുമഅനീനത്ത്, ഒരു ശാന്തത, അടക്കവും ഒതുക്കവും അതൊക്കെ ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് നമ്മൾ നിസ്കരിക്കുകയും, എന്നാൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാതെ അങ്ങനെ നിസ്കാരം തന്നെ ഉണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. വീട്ടിൽ നിസ്കരിക്കണ എന്താ, നമ്മൾ എന്താ വീട്ടിൽ നിസ്കരിക്കാറുള്ളത്? സുന്നത്തുകൾ നിസ്കരിക്കുക, അതാണ് കൽപ്പിക്കപ്പെട്ടുള്ളത്. അതാണോ നമ്മൾ നിസ്കരിക്കുന്നത്? അതല്ല പള്ളിയിൽ വെച്ച് കൽപ്പിക്കപ്പെട്ട ആ നിസ്കാരമാണോ നമ്മൾ വീട്ടിൽ നിസ്കരിക്കുന്നത്? എന്തായിരുന്നാലും നമ്മൾ വീട്ടിൽ നിസ്കരിക്കുന്ന ആ നിസ്കാരത്തിന്റെ കോലം എന്താ? അതൊരു തലകുത്തിമറിയലാണോ? കോഴി കൊത്തുന്നത് പോലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. കോഴി കൊത്തുന്ന പോലെ നിസ്കരിക്കുക, അവർക്ക് നാശം എന്നാണ്. മനസ്സിലാവുണ്ടോ? അതുപോലെ തന്നെ സുജൂദിലും റുക്കൂഇലും ഒക്കെ അടക്കവും ഒതുക്കവും ഇല്ലാത്ത ഏറ്റവും മോശപ്പെട്ട മോഷ്ടാവ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചവരാണ്. നിസ്കാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ആളുകൾ, സുജൂദിൽ നിന്ന് മോഷ്ടിക്കുന്ന ആളുകൾ, റുക്കൂഇൽ നിന്ന് മോഷ്ടിക്കുന്ന ആളുകൾ, അഥവാ അവിടെ കൊടുക്കേണ്ട ആ സമയവും അടക്കവും ഒതുക്കവും ഒന്നും ഇല്ലാതെ അതിൽ നിന്ന് മോഷ്ടിക്കുന്ന ആളുകൾ. ഇങ്ങനെയാണോ നമ്മൾ മാത്രമുള്ള സമയത്തെ നമ്മുടെ നിസ്കാരം? ഇനി പള്ളിയിൽ തന്നെ നേരം തെറ്റിയൊരു സമയത്ത് നമ്മൾ നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു, പെട്ടെന്ന് പിന്നിൽ വാതിലൊന്ന് ഒച്ചപ്പെട്ടാൽ, അല്ലെങ്കിൽ ഹൗദിലോ അവിടെ പൈപ്പ് തുറന്ന ശബ്ദം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ശൈലിയൊക്കെ ഒന്ന് മാറുന്നുണ്ടോ? നമ്മുടെ ഓത്തിന്റെ ആ ഒരു രീതി മാറുന്നുണ്ടോ? നമ്മുടെ നിസ്കാരത്തിന്റെ കോലം മാറുന്നുണ്ടോ? എങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ഇങ്ങനെ ആളുകൾ കാണുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ തനിച്ചാകുന്ന സമയത്തും നമ്മുടെ അമലുകൾ, നമ്മുടെ ചേലും കോലവും, നമ്മുടെ സംസാരം, ഇതിലൊക്കെ വ്യത്യസ്തതകൾ വരുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അടുക്കൽ ഇതൊക്കെ ചെയ്ത് അവസാനം ശിക്ഷ കിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. വലിയ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവർ മനസ്സിലാക്കുന്നില്ല, ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ? നിങ്ങൾ ഒറ്റക്കായിരിക്കുമ്പോഴും അതുപോലെ തന്നെ കൂട്ടത്തിലായിരിക്കുമ്പോഴും എല്ലാം അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, അറിയുന്നില്ലേ എന്നാണ്. അതുപോലെ തന്നെ യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയുബയ്യിനുഹും ബിമാ അമിലു അഹ്സാഹുല്ലാഹു വനസൂഹു. അള്ളാഹു പറയാണ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് സകലതും വെളിവാക്കപ്പെടും. ഒളിച്ചു ചെയ്തതും അതുപോലെ തന്നെ ആളുകൾ കാണുക ചെയ്തതും എല്ലാം വെളിവാക്കപ്പെടുമെന്നാണ്. എന്നിട്ട് അഹ്സാഹുല്ല, അള്ളാഹു അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വനസൂഹു, അവരൊക്കെ അത് മറന്നുപോയിട്ടുണ്ട്. ചെയ്ത ആളുകളൊക്കെ തന്നെയും അതൊക്കെ വിസ്മരിച്ചുപോയി. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ രേഖകൾ ഭദ്രമാണ്, എല്ലാം കൃത്യമായി എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്. അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള മറ്റൊരായത്ത് നോക്കൂ നിങ്ങൾ, യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ഓരോ തെറ്റ് ചെയ്യുമ്പോൾ, വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോൾ, മോശത്തരങ്ങളിൽ ഇടപെടുമ്പോൾ, യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നു, ജനങ്ങളിൽ നിന്നവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അവർ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നില്ല. ഇനി അവർ ശ്രമിച്ചാലും തന്നെ അവർക്കൊട്ടതിന് സാധിക്കുകയുമില്ല. അല്ലാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ ആർക്കാണ് കഴിയുക? വാപ്പാനെയും ഉമ്മാനെയും ഒളിച്ചും മറച്ചും നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഭാര്യ കാണാതെ, ഭർത്താവ് കാണാതെ, മക്കൾ കാണാതെ, ആരാരും കാണാതെ നമുക്ക് പലതും ചെയ്ത് ഒപ്പിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ആർക്കെന്തു ചെയ്യാൻ സാധിക്കും?
അള്ളാഹു കേൾക്കാത്ത അവസ്ഥയിൽ, അള്ളാഹുവിന്റെ ശ്രദ്ധയില്ലാതെ സകലതും രേഖപ്പെടുത്തി വെക്കപ്പെടാത്ത രൂപത്തിൽ ആർക്കെന്താണ് ചെയ്യാൻ സാധിക്കുകയെന്ന് സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ സാധിക്കുകയില്ല. ജനങ്ങൾ മുഴുക്കയും നമ്മൾ ചെയ്യുന്നതിനെ തൊട്ട്, നമ്മൾ പറയുന്നതിനെ തൊട്ട്, അതിനെ തൊട്ടൊക്കെ അശ്രദ്ധമായിരുന്നാലും അള്ളാഹു അശ്രദ്ധ ബാധിക്കുന്നവനല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ടുള്ള, നമ്മുടെ ആത്മാവിനെ സംസ്കരിക്കുന്ന രൂപത്തിലുള്ള ചേലും കോലവും ഭംഗിയാക്കലല്ല, നമ്മുടെ വെടുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം, പുറത്തിറങ്ങുമ്പോഴുള്ള നമ്മുടെ കോലം, അത് ശരിപ്പെടുത്തലല്ല, അതൊക്കെ വേണ്ടതു തന്നെ. പക്ഷെ അതിനുമപ്പുറം ആഖിറത്തിലേക്കുള്ള വിഭവങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഉള്ളിനെ ശരിപ്പെടുത്താനും ഭംഗിയാക്കി തീർക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ മുഴുകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളല്ല ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കുണ്ടാകേണ്ടത്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അവന്റെ വജുഹും അവന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലവുമാണ് ആത്യന്തികമായി നമ്മൾ എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. പക്ഷേ ചില ഘട്ടങ്ങളിൽ വളരെ സൂക്ഷ്മമായിക്കൊണ്ട്, വളരെ ഗോപ്യമായിക്കൊണ്ട് പിശാച് നമ്മെ അവന്റെ വലയിൽ വീഴ്ത്തും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിയ്യത്തൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു. നമ്മൾ വളരെ ധന്യമായ രൂപത്തിൽ ഒരു ഇബാദത്തിനെ ചെയ്തു തീർക്കുന്നു. നമ്മുടെ നിയ്യത്തും നമ്മുടെ ഇഖ്ലാസും എല്ലാം വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്തത്. ഒരാളെയും കാണിക്കൽ നമ്മുടെ ഉദ്ദേശമേ ആയിരുന്നില്ല. പക്ഷെ സ്വാഭാവികമായി ആളുകൾ കാണുമല്ലോ. അങ്ങനെ കണ്ട് ഒരാള് വന്ന് നമ്മുടെ അടുത്ത് പറയാണ്, നിങ്ങൾ ആ ചെയ്തത് വളരെ ഉഷാറായിട്ടോ, നിങ്ങളുടെ ഒരു ഇടപെടൽ അത് വളരെ നന്നായിട്ടോ, നിങ്ങളത് ചെയ്തത് കൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി, വളരെ പോസിറ്റീവായി, റിസൾട്ടൊക്കെ നല്ല ഉഷാറായി എന്നിങ്ങനെ ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചെയ്യും? പുകഴ്ത്തി പറയും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് നേരിട്ട് പറയും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ പറഞ്ഞ് നമ്മൾ അത്തരം സംസാരങ്ങളൊക്കെ അറിയും. അപ്പൊ എന്താ സംഭവിക്കുന്ന അറിയോ? എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പിശാച് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ ഒരു ചിന്ത ഇങ്ങനെ ഇട്ട് തരും. നമ്മൾ തിരക്കടില്ല, നമ്മൾ ചെയ്ത് ഉഷാറായി, വളരെ ഗംഭീരമായി, വേറെ ആർക്കും തോന്നാത്ത എനിക്ക് തോന്നി, വേറെ ആരും ചെയ്യാത്ത ഞാൻ ചെയ്തു എന്നൊക്കെയുള്ള ആ ഒരു കിബിറിന്റെ അവസ്ഥ ഇത് പിശാച് നമ്മുടെ ഉള്ളിൽ ഇട്ട് തരും. അപ്പൊ ഇങ്ങനെ എങ്ങനെയാണോ നമ്മളെ വീഴ്ത്താൻ പറ്റുക അതിനുള്ള സകല മാർഗങ്ങളും നോക്കിയിട്ടാണ് ശൈത്താൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലും അവൻ നമ്മെ വീഴ്ത്താൻ നോക്കും. നമ്മുടെ ആ കർമ്മത്തിന്റെ എല്ലാ പ്രതിഫലങ്ങളും പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് അവൻ നമ്മെ വീഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കും. രണ്ട് വിഷയങ്ങൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരാളെ പുകഴ്ത്തുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു മര്യാദ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ എങ്ങനെ മുഖസ്തുതി പറയാന്ന് പറയല്ലേ, നിങ്ങൾ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തത് വളരെ ഗംഭീരമായി, അങ്ങനെയുള്ള ആ വാക്കുകൾ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് അങ്ങനെയുള്ള ഒരു മുഖസ്തുതി പറയുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള ഒരു പുകഴ്ത്തൽ അത് ശരിയല്ല, അത് പാടില്ല. അങ്ങനെ പറയുന്നവന്റെ വായിൽ മണ്ണ് വാരിയിടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അത് ഈ പറഞ്ഞൊരു വസ്വാസും ഈ പറഞ്ഞൊരു കിബറൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തീർക്കുകയും ആ നന്മയെ കെടുത്തിക്കളയുകയും ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു മുഖസ്തുതി നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, മറ്റൊരാളെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായി? ഇനി രണ്ടാമത്തെ ഒരു വശം, ഇനി അങ്ങനെ പറഞ്ഞു കേട്ടു എന്ന് വിചാരിക്കുക, നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവിടെയും ചില അദബുകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കോലത്തിലേക്കല്ല നമ്മുടെ ചിന്ത പോകേണ്ടത്. പിശാച് നമ്മളെ വലിക്കുന്നിടത്തേക്കല്ല നമ്മൾ ചെന്നു കൊടുക്കേണ്ടത്. നേരെ മറിച്ച് വളരെ കൃത്യമായി എത്ര ഭംഗിയായിട്ടൊന്ന് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ. അല്ലാഹുവേ, അവർ പറയുന്ന വിഷയത്തിൽ, അവർ മുഖസ്തുതി പറഞ്ഞ് എനിക്കൊരു റിയാ ഉണ്ടാവുകയും എന്റെ ഈ കർമ്മങ്ങളുടെ ലക്ഷ്യം തെറ്റിപ്പോവുകയും ചെയ്യുന്ന രൂപത്തിൽ നീ എന്നെ പിടികൂടല്ലേ റബ്ബേ. അവർ പറയുന്ന ലോകമാന്യം ഉണ്ടാക്കുന്ന റിയാ ഉണ്ടാക്കുന്ന ഈ കാര്യത്തിന് നീ എന്നെ ശിക്ഷിക്കരുതേ റബ്ബേ. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ. അവരിത് അറിഞ്ഞതുകൊണ്ടാണല്ലോ പറയുന്നത്, അവർ കണ്ടതുകൊണ്ടാണല്ലോ പറയുന്നത്. പക്ഷേ അവരറിയാത്ത എന്റെ ജീവിതമുണ്ട്, അവർ കാണാത്ത, അവർ കേൾക്കാത്ത എന്റെ ജീവിതമുണ്ട്.
എന്റെ രഹസ്യ ജീവിതത്തിന്റെ വിഷയത്തിൽ, അവർക്കറിവില്ലാത്ത എന്റെ ന്യൂനതകളുടെ വിഷയത്തിൽ വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ, ആ വിഷയത്തിൽ നീ എനിക്ക് പുറത്തു തരണേ. വജഅൽനി ഖൈറൻ മിമ്മാ യظنون, അവർ പറഞ്ഞുണ്ടാക്കുന്നതിനേക്കാളും നീ എന്നെ ഉയർത്തണേ, അതിനേക്കാളുമെല്ലാം നീ എന്നെ ശ്രേഷ്ഠനാക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന. അഥവാ നമ്മൾ ചെയ്തതിന്റെ ക്രെഡിറ്റ് ഒക്കെ നമ്മൾ അള്ളാഹുവിന് തന്നെ കൊടുക്കണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് നമുക്ക് സാധിച്ചത്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? നമ്മൾ ചെയ്ത നന്മ അള്ളാഹു നമുക്ക് അവസരം നൽകിയത് കൊണ്ട്, തൗഫീഖ് തന്നതുകൊണ്ട് നമുക്ക് സാധിച്ചു. ഇനി അതല്ലാത്ത പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അത് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. അള്ളാഹു ആ വിഷയത്തിൽ ഇവരൊക്കെ അറിഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ വലിയ സംഭവമാക്കാണ്, പക്ഷേ അതിനും അപ്പുറം എന്റെ വീഴ്ചകളും പോരായ്മകളും ഉണ്ട്, അതൊക്കെ നീ എനിക്ക് പുറത്തു തരണേ. ഇനി ഇവിടെയും നിന്നാ പോരാ, ഇതിനേക്കാളും ഒരുപാട് മുന്നോട്ട് എനിക്ക് സഞ്ചരിക്കണം. എത്രയോ ഹൈറായ അവസ്ഥകളിലേക്ക്, കൂടുതൽ നന്മകളുടെ വാതിലുകൾ എന്റെ മുമ്പിൽ തുറന്നു തരണം. അതുകൊണ്ട് വജഅൽനി ഖൈറൻ മിമ്മാ യظنون, അവരീ പറയുന്നതിനേക്കാളും അവർ കരുതുന്നതിനേക്കാളും എല്ലാം മുകളിലേക്ക്, അതിനേക്കാളും ഹൈറായ അവസ്ഥയിലേക്ക് നീ എന്നെ എത്തിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സ്, വിനയത്തിന്റെ ഒരു മനസ്സ്, അതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. അതുപോലെ തന്നെ ആളുകൾ കാണുകെ നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരു നന്മ നമ്മൾ രഹസ്യത്തിലും തുടർത്താൻ ശ്രദ്ധിക്കുക. പണ്ഡിതന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സംഗതിയാണ്. ആളുകൾ കാണുകെ നമ്മളൊരു നന്മ ചെയ്തു, ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, പക്ഷേ സന്ദർഭവശാൽ നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുന്നു, കൂടെയുള്ളവരൊക്കെ കാണും, നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് ആളുകൾ കാണും, അതുപോലെ തന്നെ വേറെയും ഒരുപാട് നന്മകൾ ചെയ്യുന്നതൊക്കെ, അതൊക്കെ പ്രത്യക്ഷത്തിൽ ആളുകൾ കാണുന്ന നന്മകൾ ഉണ്ടാകാം. പക്ഷേ അവിടെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു വസ്വാസും, അതുപോലെ തന്നെ മനസ്സിന് രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പരിഹാരമാണ് രഹസ്യത്തിൽ കൂടി ഒരു നന്മയെ അധികരിപ്പിക്കുക അല്ലെങ്കിൽ തുടർത്തുക എന്നുള്ളത്. പരസ്യമായി ഒരു നന്മ ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ബോധപൂർവം രഹസ്യത്തിലും ആരും കാണാതെ ഒരു നന്മ ചെയ്യാൻ നമ്മൾ ബോധപൂർവം ഒരു അവസരം ഉണ്ടാക്കുക എന്നാണ്. കാരണം അവിടെ അള്ളാഹു മാത്രമേ കാണാനുള്ളൂ, അവിടെ അള്ളാഹു മാത്രമേ കാണാനുള്ളൂ. നമ്മുടെ നീയത്ത് തെറ്റിക്കപ്പെടാതിരിക്കാൻ, നമ്മുടെ ഇഖ്ലാസ് നിലനിന്ന് കിട്ടാൻ, ഒരു ഇസ്തിഖാമത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ, അത് നമുക്ക് വലിയ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയമാണ്. ഈ പറഞ്ഞ രൂപത്തിലൊക്കെ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തുക. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ കവർ നന്നാക്കലല്ല ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇവിടെ രോഗങ്ങൾ വരില്ല, അങ്ങനത്തെ പരീക്ഷണങ്ങൾ ഉണ്ടാകലൊക്കെ അതൊക്കെ നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കും. അതൊക്കെ ഈ ജീവിതത്തിന്റെ ഭാഗമാണ്. മനസ്സിലാവുണ്ടോ? എല്ലാ പോസിറ്റീവ് മാത്രമായിക്കൊണ്ട് എല്ലാം ആസ്വാദനങ്ങൾ, അങ്ങനെയല്ല ഈ ജീവിതം. നേരെ മറിച്ച് ഇവിടെ പരീക്ഷണങ്ങളും കുറച്ചൊക്കെ ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. അവിടൊക്കെ സ്വബർ കാണിക്കുക, ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പരീക്ഷണങ്ങളും ഈ രോഗങ്ങളും ഒക്കെ നമ്മുടെ ഈമാനിനെ, നമ്മുടെ ഇഖ്ലാസിനെ, നമ്മുടെ തഖ്വയെ, നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത് വളരെ ഗൗരവമുള്ളതാണ്. അത് വളരെ ഗൗരവമുള്ളതാണ്. കാരണം ദുനിയാവിലെ പരീക്ഷണങ്ങൾ ഇവിടെ അവസാനിക്കും. പക്ഷേ ആഖിറത്തിൽ നമ്മൾ പരാജയപ്പെടാൻ ഹേതുവാകുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള നമ്മുടെ അന്തരാത്മാവിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഈ രോഗങ്ങൾ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിനെ എനിക്ക് നീ തഖ്വ നൽകണേ, എന്റെ ഹൃദയത്തെ നീ ചിട്ടയായി ശരിപ്പെടുത്തി നിലനിർത്തണേ. ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ശീലമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യത്തിലും പരസ്യത്തിലും അവനെ സൂക്ഷിക്കുന്ന, അവനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യ ജീവിതം കളഞ്ഞുകുളിക്കുന്ന, അത് തിന്മയിൽ ചെലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന്, അത്തരം ആളുകളുടെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും അവരെയും നമ്മയും പാപമുക്തരായി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടബാധ്യതകൾ കൊണ്ട്, സാമ്പത്തികമായ പരാധീനതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അള്ളാഹു റിസ്ഖിനെ വിശാലമാക്കുകയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിടുതൽ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ
മുസ്ലിങ്ങളായതിന്റെ പേരിൽ മാത്രം പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ഉമ്മത്തിന്റെ ഭാഗം അവർക്ക് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുകയും ഇരുലോകത്തും വലിയ പ്രതിഫലം പകരമായി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم حاسبنا حسابا يسيرا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.